നമുക്ക് എങ്ങനെയാണ് ബൾക്കായിട്ട് സദ്ക്കനായിട്ട് ഇൻവോയ്സ് സിങ്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇൻവോയ്സസ് ട്രാൻസാക്ഷൻസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ഇൻവോയ്സസ് ഓപ്പൺ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സസ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവോയ്സസ് ഒക്കെ നമുക്കിവിടെ കാണിക്കും. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് as much as we want നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ബൾക്കായിട്ട് നമുക്കിവിടെ ഞാനിവിടെ ഒരു 5 എണ്ണം സെലക്ട് ചെയ്യാണ്. ഇവിടെ സെൻഡ് ടു സദ്ക്ക എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ യു ഷുവർ യു വാണ്ട് ഡു ദിസ്, യെസ് കൺഫേം ചെയ്ത് കൊടുക്കാം. സോ നമുക്കൊരു ബൾക്കായിട്ട് നമ്മൾ 5 ഇൻവോയ്സസ് അറ്റ് എ ടൈം സദ്ക്കനായിട്ട് സിങ്ക് ചെയ്ത് എന്നർത്ഥം. സോ ഇത് നമ്മൾ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഇനി ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സദ്ക്കനായിട്ട് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കില്ല. ഇവിടെ അഗെയിൻ phase 1 ആൻഡ് phase 2 പ്രിൻ്റ് ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ബൾക്കായിട്ട് ഇതിനൊക്കെ സദ്ക്കനായിട്ട് സിങ്ക് ചെയ്തേക്കണം. ഇനി ഇൻഡിവിജ്വലായിട്ട് സിങ്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ബൾക്കായിട്ട് സദ്ക്കനായിട്ട് ഇൻവോയ്സസ് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്ത് കിട്ടില്ല. ഇൻഡിവിജ്വലി നമ്മൾ phase 1 ആൻഡ് phase 2 പ്രിൻറ്റ് ചെയ്ത് കിട്ടേണ്ടി വരും. സോ നേരത്തെ നമ്മൾ കണ്ട മാതിരി തന്നെ phase 2 പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലർ ആൻഡ് ബയർ ഡീറ്റെയിൽസ്, കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. എല്ലാ ടൈപ്പ് ഓഫ് ഡീറ്റെയിൽസും phase 2 കാണിക്കും. phase 1 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പനി ഇൻഫർമേഷൻ കാണിക്കും, പിന്നെ ടോട്ടൽ വാറ്റ് എമൗണ്ട് ഒക്കെ കാണിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ബൾക്കായിട്ട് ഇൻവോയ്സസ് സദ്ക്കനായിട്ട് സിങ്ക് ചെയ്യുക.